يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمد وأنت حقا غياث الخلق أجمعين وأنت هادي الورى لله ذي المدد الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ വലിയ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യനുമായി ബന്ധപ്പെട്ട അവിടുത്തെ ചില വ്യക്തിത്വങ്ങളും ശ്രേഷ്ഠതകളും മുആദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞ ചില ഹദീസുകളും ഓർമ്മപ്പെടുത്തി എന്ന് അവസാനിപ്പിക്കും. ഇന്നലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അല്ലാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ. അബൂ അബ്ദുറഹ്മാൻ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവർ വിളിക്കപ്പെടുന്നത്. അബ്ദുറഹ്മാൻ എന്നത് അദ്ദേഹത്തിന്റെ മകനാണ്. ബഹുമാനപ്പെട്ടവർ 18-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു. വളരെ ചുറുചുറുക്കുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 18-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തുടർന്ന് അങ്ങോട്ട് എല്ലാ രംഗങ്ങളിലും സജീവമായി തന്റെ സാന്നിധ്യം അറിയിക്കുകയും ബദറിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ പങ്കെടുക്കാൻ സാധ്യമാക്കുകയും ചെയ്ത ബദരീങ്ങളിൽപ്പെട്ടവരുമാണ് മുആദ് റളിയല്ലാഹു അൻഹു. വകാന മിൻ അഖാബിരി സ്വഹാബത്തി വസുലഹാഇഹിം, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ പ്രമുഖരിലും വലിയ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരുമായി എണ്ണപ്പെടുന്നവരാണ്. എന്തിനേറെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞത് ഇന്ന മുആദൻ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലഖദ് കുന്നാ നുശബ്ബിഹു മുആദൻ ബിഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ അതേ വാചകം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ എന്ന വാക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. അതേ വാക്കാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വലിയ സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവരുടെ ചരിത്രവും നമ്മൾ ഒരു ദിവസം അനുസ്മരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞതുപോലെ ഇന്ന മുആദൻ കാന ഉമ്മ, മുആദ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമാണ്. കാന മുആദൻ ഉമ്മത്ത്, ഇന്ന മുആദൻ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ, അല്ലാഹുവിന് വേണ്ടി സത്യപാന്താവിൽ വളരെ ആർജവത്തോടുകൂടി അടിയുറച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാനാണ്. വലഖദ് കുന്നാ നുശബ്ബിഹു മുആദൻ ബിഇബ്രാഹീം അലൈഹിസ്സലാം, മുആദിനെ ഞങ്ങൾ സാദൃശ്യമായി കാണുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണ്.
ഇങ്ങനെ ഒരുപാട് സഹാബിമാർ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതും മറ്റുമൊക്കെ ചരിത്രങ്ങളിൽ കാണാം. അർദഫഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഅഹു. ഒരു ദിവസം ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വാഹനപ്പുറത്ത് തന്റെ പുറകിൽ ഇരുത്തി മുആദ് റളിയല്ലാഹു അൻഹുമായി യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു ജമാഅത്തുൻ ഇലൽ യമൻ. അങ്ങനെ ഒരു സംഘം ആളുകളോട് കൂടെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാക്കുന്നതിന്റെ ഒരുക്കത്തിലാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനെ യാത്രയാക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് وخرج معه ليشيعه ويوصيه وهو راكب ورسول الله صلى الله عليه وسلم يمشي. മുആദിനെ യാത്രയാക്കുമ്പോൾ എന്തിനാണ് യമനിലേക്ക് വിടുന്നത്? യമനിൽ പോയി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അവിടെയുള്ള ആളുകളൊക്കെ ഈ സുന്ദരമായ ദീന് പരിചയപ്പെടുത്തി കൊടുത്ത് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അവിടെ ഇസ്ലാമിക ചലനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിന് പ്രാപ്തനാണ് 100% മുആദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് അറിയാം, അല്ലാഹുവിന്റെ റസൂൽ അതിനു വേണ്ടി സെലക്ട് ചെയ്തു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയാക്കുന്ന വേളയിൽ മുആദിനോട് വാഹനപ്പുറത്ത് കയറിയിരിക്കാൻ പറയുകയും മുആദ് വാഹനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ആ മുആദിനെ റസൂലുള്ളാഹി തങ്ങൾ നടന്നുകൊണ്ട് യാത്രയാക്കുകയുമാണ്. ദീർഘനേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണ്, മുആദ് വാഹനപ്പുറത്തുമാണ്. അങ്ങനെ അതൊരു ബഹുമാനമാണ്. വലിയൊരു ഉത്തരവാദിത്വത്തിന് വേണ്ടി, വലിയൊരു ദൗത്യത്തിന് വേണ്ടി ഒരാളെ നിയോഗിച്ച് യാത്രയാക്കുമ്പോൾ അയാളോട് കാണിക്കുന്ന വലിയ ബഹുമാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാണിച്ചത്. അങ്ങനെ ആ യാത്രയാക്കുന്ന വേളയിൽ ഒരുപാട് വസിയത്തുകൾ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. യമനിൽ പോയി എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ അവിടുന്ന് ജനങ്ങളെ പ്രബോധനം ചെയ്യണം, തന്ത്രപരമായി ഹിക്മത്തോടുകൂടി എങ്ങനെയെല്ലാം നീങ്ങണം എന്നുള്ളതിനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തു. എല്ലാം മുആദ് റളിയല്ലാഹു അൻഹു അത് ശിരസാ വഹിച്ചുകൊണ്ട് അവിടുന്ന് പ്രാവർത്തികമാക്കിയിട്ടുമുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ മുആദിന് വേണ്ടി പ്രാർത്ഥന നടത്തി കൊടുത്തു. ഹഫിളകല്ലാഹു മിൻ ബൈനി യദൈക വമിൻ ഖൽഫിക വഅൻ യമീനിക വഅൻ ശിമാലിക വമിൻ ഫൗഖിക വമിൻ തഹ്തിക വദറഅ അൻക ശുറൂറൽ ഇൻസി വൽ ജിൻ. മുആദ് റളിയല്ലാഹു അൻഹുവിന് എല്ലാ നിലക്കുള്ള പ്രൊട്ടക്ഷനും ഉണ്ടാവാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത പ്രാർത്ഥനയാണ്. അല്ലാഹു തആല മുആദ് നിങ്ങളെ മുന്നിലൂടെ വരുന്ന ദ്രോഹങ്ങളിൽ നിന്നും പിന്നിലൂടെ വരുന്ന ദ്രോഹങ്ങളിൽ നിന്നും വലതുഭാഗത്തു നിന്ന് വരുന്ന ദ്രോഹങ്ങളിൽ നിന്നും ഇടതുഭാഗത്തിലൂടെ വരുന്നതിൽ നിന്നും മുകളിൽ നിന്ന് വരുന്നതിൽ നിന്നും അടിയിൽ നിന്ന് വരുന്നതിനും തൊട്ടും എല്ലാവിധ ദ്രോഹങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. എല്ലാവിധ മനുഷ്യരുടെയും പിശാചുകളുടെയും ഭൂതവർഗങ്ങളുടെ എല്ലാം ശർറുകളെയും അല്ലാഹു നിങ്ങൾക്ക് കാക്കട്ടെ. വല്ലാതെ ഫലിച്ച പ്രാർത്ഥനയാണത്. റസൂലുള്ളാഹി തങ്ങളിലെ ദുആയത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ ആ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യാത്രയാക്കുന്നതിന് മുന്നേയുള്ള ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ മുആദ് ഇന്നി ലഉഹിബ്ബുക. മുആദ് എനിക്ക് നിന്നോട് പ്രിയമാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, പ്രിയമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഇഷ്ടം അറിയിക്കുകയാണ്. സ്വാലിഹീങ്ങളായ ആളുകളെ പ്രിയം വെക്കണം, അറിവുള്ള ആളുകളെ പ്രിയം വെക്കണം, സൽസ്വഭാവത്തിന്റെ ഉടമകളെ പ്രിയം വെക്കണം. ഇങ്ങനെ ദീനിന്റെ മാർഗത്തിൽ ഉള്ള പ്രിയം വെക്കലുണ്ട്, മഹബത്തുണ്ട്. ആ മഹബത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നാം ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രിയം വെക്കുന്നു എങ്കിൽ അയാളോട് നമ്മൾ അറിയിക്കുക കൂടി വേണം, ഇന്നീല ഒളിപ്പുക, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്,
ഞാൻ നിങ്ങളെ പ്രിയം വെക്കുന്നുണ്ട് എന്ന് അയാളെ അറിയിക്കണം എന്നാണ് നിയമം. നമ്മളിങ്ങനെ മനസ്സിൽ അയാളുള്ള ഇഷ്ടം കൊണ്ട് നടന്നാൽ പോരാ, മറിച്ച് എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചത്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നീ ലഉഹിബ്ബുക. ആ നേരത്തെ തിരിച്ച് മുആദ് ഇങ്ങോട്ട് പറയുന്നു, വല്ലാഹി വഅന ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. നബിയേ, അല്ലാഹുവാണ് സത്യം, അങ്ങേ ഞാൻ പ്രിയം വെക്കുന്നുണ്ട് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളതാ മുആദിനോട് വസിയത്ത് പറയുന്നു. നമ്മളൊക്കെ പാലിക്കേണ്ട വസിയത്താണ്. ഫലാ തദ്ഉ അൻ തഖൂല ഫീ ദുബരി കുല്ലി സ്വലാത്ത്. എങ്കിൽ മുആദേ, നീ ഒരു കാര്യം വേണം, ഒരു നിസ്കാരത്തിന്റെ പിറകെയും നീ പറയാതിരിക്കരുത്, നീ ഒഴിവാക്കരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഈ ദിക്റുകൾ, ഈ പ്രാർത്ഥനകൾ നീ ഒഴിവാക്കരുത്. നിസ്കാര ശേഷമുള്ള ദിക്റുകളുടെ കൂട്ടത്തിലെ ഒരു ദിക്റാണിത്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം വസിയത്ത് പറയുകയാണ്. നമുക്കൊക്കെ ഇത് സുന്നത്താണ്, നമ്മളൊക്കെ ഇത് പ്രാവർത്തികമാക്കുക എന്നത് റസൂലുള്ളാഹി തങ്ങളുടെ താല്പര്യവും ഇഷ്ടവും കൂടി അതിലുണ്ടാകും. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മൾ സെമീനുകളെ ഏടുകളെ എടുത്തു നോക്കിയാൽ അതിൽ ഇതിന്റെ ബാക്കിൽ കുറച്ചും കൂടെ കാണാം. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിൽ ഇല്ല. അത് ശേഷന്മാരൊക്കെയോ ചേർത്തി കൊടുത്തതാണ്, ദിക്ർ തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇതുവരെയുള്ളൂ. വഹുസ്നി ഇബാദതിക. പടച്ചവനെ, നിന്നെ സ്മരിക്കാനും നിനക്ക് ദിക്ർ ചൊല്ലാനും നിനക്ക് നന്ദി കാണിക്കാനും നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് എടുക്കാനും ഒക്കെ നീ എന്നെ സഹായിക്കണേ അല്ലാഹ് എന്നാണ് ഈ ദിക്റിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം. എല്ലാവരും അത് പതിവാക്കണം. എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ഓരോരുത്തരും അത് പതിവാക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക.